അപ്പോൾ ഷൈനിന് ഞാൻ സെർവ് ചെയ്തത് ഇത് നല്ല നെയ്ച്ചോറും ബീഫും ആണ്. എനിക്ക് കോഴിയാവോ? ഇല്ല, കഴിച്ചു നോക്ക്. എന്തിനാ എന്നൊരു കൗണ്ടർ വേണമെങ്കിൽ എനിക്ക് പറയായിരുന്നു, പക്ഷേ സമയമില്ലാത്ത സമയത്ത് ഓടി വന്ന ഗസ്റ്റിനെ ഞാൻ ബഹുമാനിക്കണല്ലോ. ഇന്നലെ ഞാൻ വേറൊരു സംഭവം കേട്ടു എന്നല്ല, ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ അജയ് ചേട്ടൻ ഷെയർ ചെയ്തൊരു സംഭവമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇതുവരെ കാണാത്തൊരു മുഖം കൂടിയാണ് അതിൽ കണ്ടിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യ സ്നേഹിയായ ഷൈൻ എല്ലാ ഇന്റർവ്യൂസിലും എല്ലാത്തിലും ഫോണൊക്കെ വലിച്ചെറിയുന്ന, അല്ലെങ്കിൽ ക്യാരക്ടറിൽ ആൾക്കാർക്ക് പൊതുവെ കേൾക്കുമ്പോ ഒരു ടെറർ, എന്താ പറഞ്ഞേ, ഒരു ടെറർ ഫീലാണ് വരാറ്. പക്ഷെ അതിൽ നിന്ന് വിട്ട് ഒരു മനുഷ്യൻ. അപ്പൊ സംഭവം എന്താണെന്നും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് മാർത്താണ്ഡൻ ചേട്ടൻ്റെ സിസ്റ്ററിന് ക്യാൻസർ ആയിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർത്താണ്ഡൻ ചേട്ടനോട് ഷൈൻ ചെന്ന് ചോദിച്ചു എന്ന് പറയുന്നു, അതായത് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ മാർത്താണ്ഡൻ ചേട്ടൻ കണ്ണ് നിറഞ്ഞിട്ടാണ് പറയുന്നത്, എൻ്റെ അടുത്ത് ഇന്നേ വരെ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല എന്നുള്ളത്. സോ ആക്ച്വലി എനിക്കത് കേട്ടപ്പോൾ ഷൈനിനെ തന്നെ ഫസ്റ്റ് നമ്മുടെ ചാനലിൽ ഗസ്റ്റായിട്ട് കൊണ്ടുവരണമെന്ന് തോന്നി. അല്ല, എന്താ പറയുക, വളരെ വളരെ അപൂർവമായ ഒരു കാര്യമാണ്. അതായത് നമുക്ക് കാശിന് ആവശ്യം വരുമ്പോൾ കാശ് വേണമെന്ന് ഒരാൾ നമ്മളോട് ചോദിക്കുന്നത്, അല്ലേ? സത്യല്ലേ? ഇന്ന് അത് ശരിയാണ്. പക്ഷെ പലരും ഇത് ചോദിക്കാനോ അല്ലെങ്കിൽ സ്വയം അറിഞ്ഞുകൊണ്ട് മറക്കാനോ ഒക്കെ ശ്രമിക്കാറുള്ള ഒരു കാര്യമാണ്. ഒരാൾക്ക് 10 രൂപ എടുത്ത് കൊടുക്കാന്ന് പറയുന്നത്, സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ പോകാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലേ? സത്യല്ലേ? അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ മനുഷ്യസ്നേഹിയായ ഷൈനെയും കൂടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ പറയൂ, മഹാറാണിയുടെ ആ സ്നേഹമാണല്ലോ അവര് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് എല്ലാവർക്കും നമ്മളൊരാളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, നമ്മളത് പ്രകടിപ്പിക്കണ്ടേ? ആ പ്രകടിപ്പിക്കുന്ന ഒരു വഴിയാണല്ലോ ഈ കാശ് കൊടുക്കുക എന്ന് പറയുന്നത്. പലരും ഈ കാശ് ഒരു പടം ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കുന്നു, എന്തിന്? അതൊരു അപ്പൊ അങ്ങനെ തന്നെയല്ലേ? അത് ഷൈൻ നല്ലൊരു നടനായതും കൂടെ കൊണ്ടല്ലേ? എത്രയോ നടന്മാരുണ്ട്, ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് അവസരം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, സമ്മതിച്ചു. പക്ഷെ അത് കൺസിഡർ ചെയ്യാനായിട്ട് ആ ക്യാരക്ടറിനോട് മാച്ച് ചെയ്ത ലെവലിലേക്ക് ഷൈൻ എത്തിയത് കൊണ്ടല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? അതിനൊരു ഷൈനിന് ഒരു 10 വർഷത്തിന്റെ ഹാർഡ് വർക്ക് ഇല്ലേ? അതായത് ഇന്ന് ഒരു കഥ എഴുതുമ്പോൾ ആ ക്യാരക്ടർ വെച്ച് ഷൈനിനെ ചിന്തിച്ച് അതിലേക്ക് എത്തിക്കാനായിട്ട് എന്നാലും നമുക്ക് തരുന്ന, ഇപ്പൊ ഞാനൊരു ആർട്ടിസ്റ്റാണ്, നമ്മൾ തരുന്ന ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കുന്ന കാലഘട്ടത്തില് നമുക്ക് ക്ലാസ് കട്ട് ചെയ്യാം, അത് കഷ്ടപ്പാടാണ്. നേരെ തിരിച്ചല്ലേ? ക്ലാസ് കട്ട് ചെയ്യുന്ന ഇഷ്ടമുള്ള കാര്യമല്ലേ? ഇല്ല, അത് സംഭവിച്ചു. പക്ഷെ നമ്മള് പലരും സ്കൂളിൽ പോകാൻ പറഞ്ഞു കഷ്ടപ്പാടാ. ശരി, സമ്മതിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് തരുന്ന ക്യാരക്ടറിനെ അതിന്റെ പൂർണ്ണതയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഹാർഡ് വർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഹാർഡ് വർക്ക് അല്ല, നമുക്ക് അത് ചെയ്യാനുള്ള അവസരത്തിൽ നോക്കിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ അവസരം കിട്ടുമ്പോൾ അതൊരു കഷ്ടപ്പാടായിട്ടും അത് വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. ഹാർഡ് വർക്കിനെ കഷ്ടപ്പാടുന്നല്ല, അധ്വാനം എന്നാ പറയാ. അത് അധ്വാനം എപ്പോഴും എങ്ങനെയാ? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അല്ല, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പൊ കഷ്ടപ്പെട്ട് പഠിച്ചു എന്നൊക്കെ പറയാറില്ല, അത് ഇഷ്ടപ്പെടാതെ. ഹാർഡ് വർക്ക് എന്ന് പറയുന്ന സാധനം അത് നമ്മൾ പറയും നമുക്ക് കളിക്കാൻ വിടുമ്പോ പഠിക്കണ സമയത്ത് അതൊരു കഷ്ടപ്പാടല്ലോ, ഓടണം ചാടണം. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ, അത് കാരണം കഷ്ടപ്പാടായിട്ട് തോന്നും. കളിക്കാന്നല്ലേ പറയാ. ശരി, സമ്മതിച്ചു. കറക്റ്റ് പോയിന്റുകളാണ് മുന്നോട്ട് വെക്കുന്നത്. നമ്മളുടെയൊക്കെ ഇന്റലിജൻസിനെ എന്താ പറയാ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് എനിക്കുണ്ട്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ അപ്പൊ പറയൂ, മഹാറാണിയുടെ വിശേഷങ്ങൾ പറയൂ. മഹാറാണിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാരാജാക്കന്മാരുടെ വിശേഷങ്ങളാണ് നമ്മൾ കഥകളായിട്ടും. ഝാൻസി റാണി മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ഇന്ദിരാഗാന്ധി. പക്ഷേ എല്ലാ വീടുകളിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പഞ്ചായത്തിലും ഇഷ്ടം പോലെ മഹാറാണിമാരുണ്ട്. ആക്ച്വലി മഹാറാണിമാരേ ഉള്ളൂ, മഹാരാജന്മാർ വെറുതെ പേരിനാണ്. എല്ലാം ഭരണം നടക്കുന്നത് മഹാറാണിമാരുടെ കയ്യിലൂടെയാണ്. ഏത് വലിയ മഹാരാജാവാണെങ്കിലും പേടിയുള്ള ഒരാളെ മാത്രമേ ഉള്ളൂ മഹാറാണിനെ, അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല, നേരെ തിരിച്ചുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിനും കൂടുതൽ പേടിയുള്ള കാരണല്ലേ അവരെ അടിച്ചമർത്തണത്, അല്ലേ? പേടിയില്ലാത്തതിനായിട്ട് നമ്മൾ തർക്കിക്കുകയോ ചെയ്യില്ലല്ലോ. പേടിയുള്ളത് കൊണ്ടാണല്ലോ ചെയ്യുന്നത്. ഒരിക്കലും തൻ്റെ ഒപ്പം നിൽക്കാനോ തന്നോളം സംസാരിക്കാനോ പാടില്ല. അങ്ങനെ ഒരു അവസരം കൊടുത്താൽ അവര് നമ്മളെ കീഴടക്കും അറിയാം, അല്ലേ? അതുകൊണ്ടാണ് അടിച്ചമർത്തുന്നത്. ശരി, അപ്പൊ മഹാറാണിയിലോട്ട് വരൂ. എല്ലാ വീടുകളിലും മഹാറാണിമാരുണ്ടെന്ന് തന്നെയാണ്. പക്ഷെ ആണുങ്ങളുടെ ഇടയിൽ
ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ വളക്കുകയും കാമുകിമാരുള്ളവരാണ് കേമന്മാര്. പക്ഷെ സ്ത്രീകളുടെ കാര്യത്തില് കാമുകന്മാരുണ്ടായി കഴിഞ്ഞാൽ മോശമാണ്. സത്യം. എന്താ ഒരേ കാര്യം തന്നെ രണ്ടു പേർക്ക് സത്യം, വളരെ സത്യം. ഞാനും ചിന്തിച്ചിട്ടുണ്ട് ഇതെന്താ എങ്ങനെയെന്ന്. എന്നാ പിന്നെ നിങ്ങൾക്ക് കുറെ കാമുകന്മാരുണ്ടായിക്കൂടെ? പക്ഷെ ആ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാമുകന്മാരെ ഉണ്ടാക്കാത്തത്. ഈ സെയിം തന്നെ ആ സ്ത്രീ മോശമാണെന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ. പക്ഷെ ഒന്നിൽ കൂടുതൽ ഉണ്ടാവുമ്പോ അത്രയും കോംപ്ലിക്കേറ്റഡ് ആവും ലൈഫ്. അതൊരു കേമത്തരല്ല ശരിക്കും. പക്ഷെ ഞാൻ വളർന്ന സമയങ്ങളില് നമ്മുടെ പടങ്ങളാണെങ്കിലും എല്ലാതാണെങ്കിലും കൂടുതൽ പെൺകുട്ടികളെ കീഴ്പ്പെടുത്തുകയോ അല്ലെങ്കിൽ വളക്കുകയോ കാമുകിമാരാക്കുകയോ കൂടുതൽ കാമുകിമാരുള്ളവരാണ് മിടുക്കന്മാര് എന്നുള്ള ധാരണ. അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളെ വളരെ മോശം. തിരിച്ചു ചെയ്യണ്ട, തിരിച്ച് ആ സമയത്തൊന്നും നടക്കുകയോ വസ്ത്രം ഇടുകയോ ചെയ്താൽ മതി. സത്യം. അല്ല, അപ്പൊ നമ്മള് മഹാറാണിയിലൂടെ എന്താ പറയുന്നത്? ഇപ്പൊ അജി വിജി എന്ന് പറഞ്ഞ 2 ക്യാരക്ടേഴ്സ്, അതായത് ജോണി ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ മക്കൾ, അതായത് വിജി റോഷനും മൂത്ത പയ്യൻ അജി ഞാനും, അജി വിജി, ഇവർ രണ്ടുപേരും ഏകദേശം ഒരു പ്രായം. അപ്പം പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്ന് പറയാം. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിക്കാടാ, നീ രാത്രി വീട്ടിൽ പോകുമ്പോൾ അവിടെ കട്ടിന്റെ ചുവട്ടിൽ സീറ്റ് ഉണ്ട്, അവിടെ നിന്ന് എടുത്ത് വലിച്ചോ എന്ന് പറയും. ഈ ഗ്യാപ്പ് വരുമ്പോഴാണ് തമ്മിൽ പ്രശ്നം ഉണ്ടാവുക സഹോദരങ്ങൾ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ചെയ്തിട്ട് അവസാനിച്ച് അത് പാടില്ല എന്നറിയുന്ന സമയത്താണ് മറ്റവൻ തുടങ്ങുക. അപ്പോഴാണ് ആ കോൺഫ്ലിക്റ്റ് വരുന്നത്. ഒരേ കാലഘട്ടമാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കുന്നത് എങ്ങനെയാ? ഒരു വ്യക്തി ചെയ്തിട്ട് ചെയ്യാതിരിക്കുമ്പോൾ ചെയ്യുന്നവർക്ക് പ്രശ്നം അല്ലേ? അത്രയുള്ള പ്രശ്നങ്ങൾ. ചെയ്യുമ്പോ ഒരു പ്രശ്നമില്ല, അവൻ ചെയ്യുമ്പോ. അവൻ ചെയ്യാതിരിക്കുമ്പോ മറ്റുള്ളവർ ചെയ്യുമ്പോൾ. അല്ല, അപ്പൊ ഇത് പറയൂ, അപ്പൊ ഈ മഹാറാണി എന്ന് പറയുന്ന പേര് എന്തുകൊണ്ടാണ്? അപ്പോ അതിനെതിരെ പോരാടുന്ന പെൺകുട്ടി ആയിരിക്കാമല്ലോ മഹാറാണി. നിങ്ങൾ അതിലൊരു സസ്പെൻസ് വെച്ചിട്ടുണ്ടോ? സസ്പെൻസ്, ഈ മഹാറാണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നിങ്ങൾ റിവീൽ ചെയ്യാണ്ട് വെച്ചിട്ടുണ്ടോ? റിവീൽ ചെയ്യാതെ വെച്ചിട്ടുണ്ട്. അതാണ് ആ കഥയ്ക്ക് രസം കാണുന്നത്. ആ പേരിൽ നിന്ന് നിങ്ങൾ അങ്ങനെ ഒരു സസ്പെൻസ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനടുത്ത് പോരാടുന്ന, അതായത് ഇന്നത്തെ അല്ലെങ്കിൽ തലമുറകളായി വർഷങ്ങളായി സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ. പക്ഷെ മഹാറാണി എന്ന് പറയുന്നത് സ്ത്രീ പീഡനം ഏൽക്കുന്നവരില്ലേ? അല്ല, ഞാൻ ഈ സിനിമയുടെ വരെ ചോദിക്കുന്നത്, അതായത് പീഡനങ്ങൾ ഏൽക്കുന്ന മഹാരാജന്മാരില്ലേ? ഉണ്ടോ? പക്ഷെ എന്താ പുറത്തു വരാത്തെ? അവര് പേടിച്ചിട്ട് നാണം കൊണ്ട് മാത്രമാണ് പറയാതിരിക്കുന്നത്. അപ്പൊ പെണ്ണുങ്ങൾക്ക് നാണമില്ലേ പുറത്തോട്ട് പറയുമ്പോ? അവർക്ക് നാണമില്ല, അവര് ആണുങ്ങളെക്കാൾ ശക്തരാണ്. മാനസികമായും ശാരീരികമായിട്ടും ഇല്ല. ഗ്യാസ് ചുമക്കാനും ഫീസ് കെട്ടാനും മാത്രമല്ലേ പെണ്ണുങ്ങൾക്ക് അറിയാത്തുള്ളൂ. ബാക്കി എല്ലാവരും ഗ്യാസ് ചുമക്കാൻ, ഫ്യൂസ് ഒക്കെ കെട്ടാൻ നമുക്ക് പറയാം. നമ്മൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടൊക്കെ വന്നത്. എഞ്ചിനീയറിംഗ് ഫ്യൂസ് കെട്ടാനുണ്ട്, പഠിക്കണ്ട. എന്നാലും വയറിംഗ് പരിപാടികളൊക്കെ ആളുകളാണ്. അതൊന്നുമില്ല, നമുക്ക് ഇപ്പൊ ഗൂഗിൾ അടിച്ച് എന്ത് കിട്ടും? അതൊന്നും സമ്മതിച്ചിരത്തില്ല. അങ്ങനെ ഗൂഗിൾ അടിച്ച് കിട്ടും. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഗ്യാസും കുറ്റി ഞാൻ സമ്മതിച്ചു. ഇത് രണ്ടും മാത്രം പുരുഷന്മാർക്ക്. അല്ല, പക്ഷെ ഫ്യൂസ് കെട്ടുന്ന പരിപാടി ഞാൻ സമ്മതിക്കത്തില്ല. അത് നിസ്സാര കാര്യമാണ്. ഫ്യൂസ് വലിച്ചു നിങ്ങൾ വലിച്ചു കൂരിയിട്ട് അത് കെട്ടാൻ വലിയ ബുദ്ധിമുട്ട്, തിരിച്ച് കമർത്തി വെക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും. കെട്ടിട്ടാ ഫ്യൂസ് കൊണ്ടാ, ഫ്യൂസ് കൊണ്ടെന്ന് ഞാൻ കെട്ടി കാണിച്ചു തരാം. ഇത് നേരെ പറഞ്ഞത് കായികക്ഷമതയുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. അതിപ്പോ ട്രെയിൻഡ് ആയിരിക്കണം. ജിമ്മിൽ അവിടെയൊക്കെ പോയിട്ട് വെയിറ്റ് എടുക്കുന്ന സ്ത്രീകളും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചൂഷണം ചെയ്യപ്പെടുന്നവർ ചൂഷണം ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു ഫൈറ്റ്. ചൂഷണം ചെയ്യപ്പെടുന്നവർ ചൂഷണം ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു ഫൈറ്റ്. പക്ഷെ ഇതിൽ പറയുന്നത് ഒരു മഹാറാണിയുടെ കഥയാണ് അല്ലെ? ഫൈറ്റ് ചെയ്തത് കൊണ്ട് അവരെ മഹാറാണി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന എല്ലാ ഡിവോഴ്സ് പടങ്ങളും എടുത്തു നോക്കുക, അവിടെ ഏറ്റവും ദുഃഖകരമായി കാണിക്കുന്ന സ്ത്രീയല്ലേ? അതെ അതെ. പക്ഷെ ഏറ്റവും ദുഃഖാവസ്ഥ പുരുഷനാണ്. അല്ല, അത് ഡിപ്പെൻസ് ആണല്ലോ. അങ്ങനെ ഒരു സാഹചര്യം വരില്ല. കാരണം എന്താ? അത് വിറ്റുപോകില്ല എന്നുവെച്ചാ പുരുഷന് ഇങ്ങനെ മനസ്സിലായ ഡിവോഴ്സില് പുരുഷനാണ് അല്ല സ്ത്രീയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടമില്ല. പറയാനുള്ള ധൈര്യം ഈ ആണുങ്ങൾക്ക് ഇല്ലല്ലോ. കാരണം അവർക്ക് തിരിച്ച് വീട്ടിലെത്തുമ്പോ ഫേസ് ചെയ്യേണ്ടത് അറിയാം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളത്. അല്ല സ്ത്രീ ആയതുകൊണ്ടോ പുരുഷനായതുകൊണ്ടോ. അങ്ങനെയാണെങ്കിൽ സ്ത്രീ ഇവിടെ ഒരു പ്രധാനമന്ത്രിയോ? ഇന്ദിരാഗാന്ധി സ്ത്രീയാണ്. ഇന്ദിരാഗാന്ധി നെഹ്റുവിന്റെ മോളായതുകൊണ്ടല്ലോ പ്രധാനമന്ത്രിയായത്. അവരും ഫൈറ്റ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവര് രാജീവ് ഗാന്ധിയുടെ മക്കളൊന്നും പ്രധാനമന്ത്രി ആയില്ല? അവരാരും മെനക്കെട്ടില്ല, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. പക്ഷെ ഇന്ദിരാഗാന്ധി മെനക്കെട്ടു. ഇന്ദിരാഗാന്ധി അത്യാവശ്യം പവർഫുൾ ലേഡി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നെഹ്റു പോലും ഇന്ദിരാഗാന്ധിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ? നീ വീട്ടിലിരുന്നാ മതി, മനസ്സിലായ?
അപ്പൊ ഇന്ദിരാഗാന്ധി ഇത്ര ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. യെസ്. ഒരു വ്യക്തി എന്ന നിലയിലും മകൾ എന്ന നിലയിലും ഒരു നാട്ടിലെ പ്രധാനമന്ത്രിയുടെ മോൾക്കാണ് ഏറ്റവും പാട് പ്രധാനമന്ത്രിയാവാൻ. ഇവിടെ എത്ര സൂപ്പർതാരങ്ങളുടെ പെൺകുട്ടികൾ അഭിനയിക്കുന്നുണ്ട് പലരും. ആൺപിള്ളേരെ മാത്രമല്ല കൊണ്ടുവരുന്നത്. കല്യാണി പ്രിയദർശൻ സൂപ്പർതാരല്ല, ഡയറക്ടറാണ്. അതാണ് ആ വ്യത്യാസം. അപ്പോ ഒരു വലിയ ആളുടെ മോളാകുമ്പോ അവർക്ക് ചാൻസ് വളരെ കുറവാണ് ആവാൻ. മകനാണെങ്കിൽ ചാൻസ് കൂടുതലല്ലേ. അപ്പോ വ്യക്തി പരിശ്രമിക്കാത്തത് കൊണ്ടാണ് ആവാത്തതെന്നാണ് പറയുന്നത്. മഞ്ജു വാര്യർ ആ പടത്തിൽ പറയുന്നില്ലേ, ലിമിറ്റേഷൻ തീരുമാനിക്കുന്ന ആണല്ല പെണ്ണെന്നെയാ. സത്യമാണ്, എല്ലാം സത്യമാണ്. ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വെറുതെ ഇരുന്ന് എതിർക്കാൻ പറ്റുമോ? വെറുതെ അപ്പൊ ആൾക്കാർ പറയണത് തിരിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊന്നും ചിന്തിക്കണം. അല്ല, ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലോ, ചിന്തിക്കുന്നോണ്ടാണല്ലോ ഞാൻ അത്രയും നേരം എതിർത്തോണ്ടിരുന്നില്ലേ. പക്ഷെ നമ്മൾക്ക് ചിന്തിപ്പിച്ച് നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ച് കറക്റ്റ് ഒരു ആൻസറിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരുന്നിട്ട് പിന്നെ തെറ്റാണെന്ന് പറയാൻ പറ്റും. ഈ തർക്കിക്കുന്നവരുടെ മെയിൻ ശാസ്ത്രം അവരുടെ ട്രിക്സ് അവരാണ് സമ്മതിപ്പിക്കുക ആൾക്കാരെ കൊണ്ട്. പക്ഷെ അത് ശരിയാവണമെന്നില്ല, നിങ്ങൾക്ക് ചിന്തിച്ചു തുടങ്ങാം. അല്ല, നമ്മൾ ചിന്തിച്ചു തുടങ്ങി. ഇപ്പൊ ശരിയാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. ഒരാളുടെ അല്ല, ഇപ്പൊ നയൻതാരേനെ ഭൂമി ആദ്യം പരന്നാണെന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പൊ ഉരുണ്ടെന്ന് പറഞ്ഞ ആളെ കൊന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്ത് കാണാൻ എല്ലാവരും കൊല്ലണ്ടേ? ഇല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞതിലോട്ട് ഞാനൊന്ന് കടന്നോട്ടെ. അതായത് ഇപ്പൊ നയൻതാരയുടെയും നമ്മുടെ വിജയുടെയും സാലറി എടുക്കുകയാണെങ്കിൽ വിജയുടെ സാലറി 100 കോടിയാണെങ്കിൽ നയൻതാരയുടെ 40 കോടിയാണ്. അങ്ങനെയല്ല നോക്കണ്ടോ? വിജയുടെ പോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് അത്ര സാലറി കിട്ടില്ല. ഇല്ല. അപ്പൊ അങ്ങനെ ശരിയാവോ? പക്ഷേ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നതാണല്ലോ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന നടന്മാർക്കൊക്കെ വിജയുടെ എത്ര കാശ് കിട്ടുന്നുണ്ടോ? വേറെ ആരെയും സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന വിജയ മമ്മൂട്ടിയുടെ മോഹൻലാലിന് എത്ര കാശ് കിട്ടുന്നത് കറക്റ്റ് ആയിട്ട് അറിയില്ല. അവർക്ക് 15 കോടി നമുക്ക് വാങ്ങിയിട്ടില്ല. ലാലേട്ടനൊക്കെ ഇപ്പോഴല്ല വാങ്ങുന്നത്. വിജയുടെ ശമ്പളം എത്രയാണ്? 100 കോടി. മമ്മൂക്കാനോട് മോഹൻലാലിനേക്കാൾ നല്ല ആക്ടറാണോ? അല്ല, ഒരിക്കലും അല്ല. പിന്നെ എങ്ങനെ കമലഹാസനേക്കാൾ നല്ല ആക്ടറാണ് വിജയ്? അപ്പൊ എങ്ങനെ ഇവർക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നു? അപ്പോ ഒരു സാധനം നല്ലതാവണമെന്നില്ല കൂടുതൽ പ്രതിഫലം കിട്ടാൻ. അത് ആണാവണമെന്നില്ല പെണ്ണാവണമെന്നില്ല. മനസ്സിലായ? മദ്യമല്ല ഏറ്റവും വിറ്റ് പോണത്, ബൈബിളല്ലോ. ഇതാ ഞാൻ പറയുന്നത്. ഒരു പോയിന്റ് എത്തിയിട്ട് നിങ്ങൾ അതിന്റെ മുകളിലേക്ക് പറയാനില്ലാത്ത രീതിയിൽ പറഞ്ഞു കഴിയുമ്പോ പിന്നെ ഞാൻ എങ്ങനെ സമ്മതിച്ചു തരാതിരിക്കും? സമ്മതിച്ചു തന്നില്ല പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് തർക്കിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്ക് മഹാറാണിയിലോട്ട് വരാം. അപ്പൊ ഇതൊരു കോമഡി. ഇതില് ഇപ്പൊ വിജയ് എന്ന് പറയുന്നത് എന്റെ അനിയൻ റോഷൻ. അവനിപ്പോ ഒരു റോമിയോ ആണ്. അവന് കൂടുതൽ ആൾക്കാർ പ്രേമിക്കുക ഒരേ സമയം. അപ്പൊ ഞാൻ ചേട്ടനായ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ നീ ഇത് വിട്ടിട്ട് അത് സ്നേഹിക്കേ. കാരണം ഞാനത് കഴിഞ്ഞു. ഇപ്പൊ ഒരു പെണ്ണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ചേട്ടൻ കുറച്ചൊന്നൊരു പേടിത്തൊണ്ടനും ഒതുക്കി പറയുന്നതനുസരിച്ച് നടക്കുന്നവനാണ്. അതിലൊരു ഡയലോഗ് തന്നെ ഉണ്ട്, എടി അജി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നവനും കൂടി അർത്ഥം. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇതെല്ലാം എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളുടെ അടുത്ത് പറയണം. കാരണം വിശ്വസിക്കാൻ പറ്റൂലല്ലോ. അവനറിയാം എന്നെ വിശ്വസിക്കാൻ പറ്റൂലെന്ന്. അതുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നു പറയണം. ശരി, മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊരു കോമഡി ജോണർ ആണ് അല്ലേ? അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് കോമഡിയാണോ? അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് കോമഡിയാണോ? അല്ല. പക്ഷെ വേറെ ആളുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് കോമഡി അല്ലേ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത്? അപ്പൊ ഇതില് ആ ക്യാരക്ടേഴ്സിന് ബുദ്ധിമുട്ടാണെങ്കിൽ കാണുന്നവർക്ക് ചിലപ്പോൾ അത് ഹ്യൂമർ ആവാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് പൊതുവെ ഒരു കോമഡി ജോണർ ആണ്. കോമഡി ജോണറിലുള്ള സ്കിറ്റ് പരമായിട്ടുള്ള പടമല്ല. ആ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് കോമഡി ആയിരിക്കുന്നത്. ഇപ്പൊ മറ്റേ ശങ്കര അടിയുടെ തലക്കടിച്ച് ബോധം കിട്ടിയിട്ട് ഇന്നസെന്റ് കൈ ബാക്കിലിട്ട് ഗോഡ് ഫാദറിൽ പോണില്ലേ? ശരിക്കും അടി കിട്ടണത് കോമഡിയാണ്. ഒരാൾ ബോധമില്ലാതെ കൊണ്ടെടുക്കാന്ന് പറഞ്ഞാൽ. പക്ഷെ അന്ന് നമ്മൾ ചിരിച്ചില്ലേ? എന്ത് ഒരാളെ കല്യാണം മുടങ്ങുന്നത് കോമഡിയാണ്. ഗോഡ് ഫാദർ നമ്മൾ ചിരിച്ചില്ലേ? സമ്മതിച്ചു. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു ജോണറിൽ കൂടെ ഈ ഒരു സബ്ജക്ട് പറഞ്ഞിരിക്കുന്ന ഒരു മൂവിയാണ് അല്ലേ? കുറെ ബ്രേക്കിന് ശേഷം അല്ലേ? അല്ല, കോമഡി പടങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? കോമഡി കൂടുതലും സീരിയസ് ക്യാരക്ടേഴ്സ്, പോലീസ് ഓഫീസർ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അല്ലേ? കൂടുതൽ ക്രിമിനൽസ് ആണോ നാട്ടിലെ? ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഏതാണ് എളുപ്പം തോന്നിയിരിക്കുന്നത് ചെയ്യാനായിട്ട്? അങ്ങനെ എന്തെങ്കിലും തോന്നി? നമുക്ക് ചെയ്ത് അഭിനയിച്ചുണ്ടാക്കാൻ പറ്റില്ല. ആ സിറ്റുവേഷനിൽ ആ കഥയിലുണ്ടെങ്കിൽ മാത്രമേ. ശരിയാ, അത് ചേട്ടൻ പറയണ്ടായിരുന്നു, അടി ഇടി ദേഷ്യപ്പെടുക കരയുക അതൊക്കെ നമുക്ക് അഭിനയിച്ചുണ്ടാക്കാം. മനസ്സിലായ? മറ്റത് പെർഫോം ചെയ്തുണ്ടാക്കാൻ പറ്റില്ല. അത് ആ കഥയിലുണ്ടെങ്കിൽ. പക്ഷെ ആ കഥയിലുണ്ടാവുമ്പോഴും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണല്ലോ നമ്മൾ. അത് നമ്മൾ പിന്നെ ചെയ്താൽ മതിയില്ലേ? കഥയിലില്ലെങ്കിൽ അത് വർക്കാവില്ല. അതുകൊണ്ടാണ് പല കോമഡി പടങ്ങൾ കൊണ്ട് വരുന്നത്. നമുക്ക് ചിരിക്കാൻ പറ്റില്ല. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന കോമഡി ചെയ്യുന്ന ഈസിയാന്നാണോ പറയുന്നത്?
കോമഡി ചെയ്തെടുക്കാൻ ഈസി അല്ല. കഥയിലുണ്ടെങ്കിൽ മാത്രം നടക്കുമോ? കഥയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോമഡി ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞാൻ കോമഡി ആവുള്ളൂ. കോമഡി ചെയ്യണത് മിമിക്സ് പരേഡ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അത് മിമിക്സ് പരേഡ് സമ്മതിച്ചു. പക്ഷെ ചില ആൾക്കാർ ചെയ്യുമ്പോൾ നമുക്ക് ചിരി തോന്നില്ല എന്ന് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ. ചില ആൾക്കാരല്ല, ചില കഥകളിൽ നമ്മൾ കണ്ടിട്ട് കോമഡി പടങ്ങളാണെന്നുകൊണ്ട് നമ്മൾ ചെന്നിരുന്ന് കണ്ടിട്ട് നമുക്ക് ചിരി വരാറില്ല. ഈ കോമഡി ചെയ്യുന്ന ആക്ടേഴ്സ് തന്നെയല്ല ചെയ്തിട്ട് നമുക്ക് ചിരി വരാത്തത്. അപ്പൊ ആ കഥയിൽ അതില്ല. ഓക്കെ, അപ്പൊ കഥയിൽ ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. കഥയില്ലാത്തതുകൊണ്ട്. കഥയിലുണ്ടെങ്കിൽ ആര് ചെയ്താലും വരില്ല. ടൈമിൽ ചെയ്യണം. ടൈമിൽ ചെയ്താൽ ഏത് ആക്ടിങ് അങ്ങനെ തന്നെയല്ലേ. നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് കരയുന്നതിനേക്കാൾ എളുപ്പം എന്താണ് കോമഡി ഏറ്റവും എളുപ്പം ആണ് അല്ലേ. നമ്മൾ ഇരുന്ന് കരഞ്ഞാൽ മതി. അപ്പൊ ആൾക്കാർക്ക് ചിലപ്പോൾ കരച്ചിൽ വരാതിരിക്കാൻ മ്യൂസിക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കരച്ചിൽ വരും. പക്ഷെ നമ്മൾ ഇരുന്ന് ചിരിച്ചോണ്ട് ആൾക്കാർക്ക് ചിരി വരില്ലല്ലോ. സത്യമാണ്. അപ്പൊ ചിരിപ്പിക്കുന്നതാണ് ടഫ് എന്നാണ് പറയുന്നത് അല്ലേ. അതുകൊണ്ട് അജിഗർദാണ്ടെന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ എന്താണ്? ഒരു ഭയങ്കര വില്ലനോട് പറയാം, ഇതൊക്കെ പുള്ളി നീ ആൾക്കാരെ രസിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴല്ലേ കുടുങ്ങി പോണ പുള്ളി. അപ്പോഴാണ് പക്ഷെ മനുഷ്യന്മാരെ കൊല്ല എളുപ്പാടാ, ഒന്ന് സന്തോഷിപ്പിക്കാനാ പാടും അല്ലേ. ലോസ് അങ്ങനെയാണ്. ആൾക്കാരെ വേദനിപ്പിക്കാനും പേടിപ്പെടുത്താനൊക്കെ എളുപ്പാ, അവരെ സന്തോഷിപ്പിക്കാനും സമാധാനത്തിലാക്കാനാണ് പാട്. അയ്യോ, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. സിനിമയുടെ കാര്യം ചോദിച്ചപ്പോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കഴിക്കാൻ പറ്റുന്നതായിരുന്നു. അങ്ങനെയല്ല, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമാണ് പറയൂ. അതുകൊണ്ടാണല്ലോ കഴിച്ചത്. അല്ല, കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ആയതുകൊണ്ടാണല്ലോ കഴിച്ചത്. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാതെ നമ്മൾ കഴിക്കില്ലല്ലോ. കല്യാണം പോലും അല്ല, കല്യാണം മാത്രം ഇഷ്ടപ്പെടാതെ കഴിക്കും. ബാക്കി കറികളും ചോറൊന്നും അവർ കഴിക്കില്ല. ഒരു ചെറിയ ചായ പോലും കുടിക്കില്ല ഇഷ്ടപ്പെടാതെ. പക്ഷെ കല്യാണം കഴിക്കും. അറേഞ്ച് മാരേജ് ആയിരുന്നു പറഞ്ഞ, പിന്നെ ഒരെണ്ണം പ്രേമിച്ചു നോക്കി, രണ്ടും മറക്കാവുന്നില്ല. അപ്പൊ എന്റെ പ്രശ്നമാണെന്ന് മനസ്സിലായി. അത് പറഞ്ഞപ്പോഴാ ചോദിക്കാൻ വന്നെ, ഷൈന്റെ ജീവിതത്തിൽ ഒരു മഹാറാണി ഉണ്ടോ? മഹാറാണി ആയിട്ടില്ല, ഒരു പെൺകുട്ടി ഉണ്ട് ഇപ്പൊ. ഏതൊരു പുരുഷന്റെ വിജയത്തിന് മുന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്നുള്ളതിന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലാതെ പുരുഷനില്ലല്ലോ. വിജയിക്കുന്ന പുരുഷൻ ആ പുരുഷൻ ജയിക്കാനല്ലേ നോക്കുള്ളൂ. അല്ല, ഒരു പുരുഷന്റെ വിജയത്തിന് മുമ്പിൽ സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന സംഭവത്തിനോട് അങ്ങനെയാണെങ്കിൽ ഷൈന്റെ ഇപ്പോഴുള്ള സക്സസിന്റെ പുറകിലുള്ള ഒരു സ്ത്രീ ആരാണ്? സക്സസിന്റെ പുറകിലുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്റെ പുറകിലുള്ളത് എന്റെ അമ്മ. അമ്മയുടെ പുറകിലുള്ള അപ്പനും അമ്മയും. അമ്മയുടെ അപ്പൊ അമ്മയാണ് ഷൈന്റെ ഇപ്പോഴത്തെ ഒരു അമ്മ വഴിയാണല്ലോ നമ്മൾ ഭൂമിയിലേക്ക് സമ്മതിച്ചു. എന്നാലും ഇപ്പൊ ഈ പറയുന്നത് പോലെ ഇനിയിപ്പോ കല്യാണം കഴിച്ച് നമ്മൾ സെറ്റ് ആണെങ്കിലും ഒരു സമയത്ത് അവർ ഇട്ടിട്ട് പോകില്ലേ, ഏതെങ്കിലും അമ്മ ഡിവോഴ്സ് ചെയ്തിട്ട് പോകും മക്കള്. ഇല്ല, ഓക്കെ, സമ്മതിച്ചു. അപ്പൊ ഇപ്പൊ ഷൈന്റെ ജീവിതത്തിലെ മഹാറാണി എന്ന് പറയാം നമുക്ക് അമ്മയെ, അല്ലേ? അമ്മയെ മഹാറാണി എന്ന് നമ്മളും പറയും, അച്ഛനെ മഹാരാജാവ് എന്നും പറയും. അപ്പൊ നമ്മളുടെ വിശിഷ്ട അതിഥിക്ക് സമയത്തിന്റെ പരിമിതി ഇതുകൊണ്ടും ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞത് കൊണ്ടും മഹാറാണിയുടെ വിശേഷങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു സമയത്ത് നമുക്ക് ആൾക്കാരെ പറ്റി നമുക്ക് വീണ്ടും ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രൊജക്ടുകളും വൻ വിജയമായി മാറട്ടെ എന്ന് ഇനിയുള്ള അതെ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു പ്രൊജക്ടും കൂടി ഉണ്ട് കേട്ടോ. മഹാറാണിയാണ്. അപ്പോ JD ചക്രവർത്തി സർ. ഓക്കെ, അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാ പ്രോജക്ട്സുകളും ഇതുപോലെ സക്സസ്ഫുൾ ആവട്ടെ. ഈ എനർജി എന്നും കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. ദൈവവിശ്വാസിയാണോ? അല്ല, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ വരുമായിരുന്നു. ദൈവവിശ്വാസിയാണെങ്കിൽ അത് പറയുന്നു, ഏത്തിസ്റ്റ് ആണെങ്കിൽ പിന്നെ അത് പറയുന്നു. ഓക്കെ, അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോ എല്ലാവിധ ആശംസകളും മഹാറാണിക്ക് വേണ്ടി നേരുന്നു. എല്ലാവിധ ആശംസകളും.